വീഡിയോയിൽ എനിക്ക് UK ഉണ്ടായ ഒരു മോശം അനുഭവം, പലർക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി എനിക്കും ഉണ്ടായി ഒരു മോശം അനുഭവം. അപ്പോൾ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ടു ഷെയർ വൺസ് അഗെയിൻ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ UK നമുക്ക് സമ്മറൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് UK ഉണ്ടായ ഒരു മോശം അനുഭവം, അതായത് NHS ത്രൂ നടത്തിയ ഒരു സർജറിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്കുണ്ടായ NHS നിന്നുണ്ടായ ഒരു മോശം അനുഭവവും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം പലർക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി എനിക്കും ഉണ്ടായി ഒരു മോശം അനുഭവം. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വീഡിയോ ഫുള്ളായിട്ടും കാണുക, നിങ്ങൾക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പഴയ വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണാം കേട്ടോ. എനിക്കൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി UK. ഇപ്പോൾ ഒരു വർഷത്തോളം ആവാനായി കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ ഇടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിൽ അതിനുള്ള ഒരു മെൻ്റലി ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി വരാനും കുറച്ച് ടൈം എടുത്തു. പിന്നെ വേറെ കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ആപ്സസ് വന്നു കേട്ടോ ലോവർ ബോഡിയുടെ പാർട്ടിന് അപ്പർ തൈയിലായിട്ട്. അപ്പം എനിക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞാനിത് കണ്ടുപിടിക്കുന്നത് എനിക്ക് ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ചെറിയൊരു പെയിൻ പോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം തൈയുടെ പോർഷനിലായതുകൊണ്ട് നടക്കുമ്പോഴും ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. അപ്പം തൊട്ട് നോക്കിയപ്പം ചെറിയൊരു കുരുവൊക്കെ പോലെ തോന്നി. അപ്പം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് വലുതാവുന്ന പോലെ തോന്നി തുടങ്ങിയപ്പം ഞാൻ GPയിൽ പോയിട്ട് കാണിച്ചു. GPയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ഒരു 2 ദിവസം എടുത്തു കേട്ടോ. അപ്പോൾ അപ്പോയിൻമെൻ്റൊക്കെ കിട്ടി. ഇവിടുത്തെ കാര്യം പിന്നെ അറിയാലോ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാ ദിവസമൊന്നും അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ലീവൊക്കെ എടുത്ത് GPയിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ആപ്സസ്, ശരിക്കും ആപ്സസ് ആയിരുന്നു. പക്ഷേ അവിടുത്തെ ആ GPയിൽ അന്നുണ്ടായിരുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഗൈനക്കോളജിക്കൽ പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈനക്കോളജിയിലേക്ക് എന്നെ റെഫർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നു വിടുമായിരുന്നു. അപ്പം ശരിക്കും എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് വലുതാവുകയാണെങ്കിൽ എമർജൻസിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസിയിലേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വാതപ്പരുവായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ചെറിയ വാതപ്പരുവൊക്കെ വരുമ്പോൾ അധികം അങ്ങനെ വലിയ സീരിയസ് ആയ പ്രശ്നമൊന്നുമല്ലല്ലോ. നമ്മൾ പോയിട്ട് ചില കേസസിൽ അത് കീറിക്കളയേണ്ടി വരാറുണ്ട്, ചില കേസസിൽ അത് തനിയെ വന്ന് പൊട്ടി പോവാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഗൈനക്കോളജിക്കൽ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഈ ഗൈനക്കോളജിയിലേക്ക് എനിക്ക് GPന്ന് റെഫർ കിട്ടി. റെഫർ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടേക്കുള്ള അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ സംഭവം എനിക്ക് പെയിൻ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകുമ്പോഴോ ഓഫീസിൽ ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഇതിനോട് പറഞ്ഞു എനിക്ക് നല്ല വേദനയുണ്ട്, എന്താ ചെയ്യുക, നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ശരിക്കും നമുക്കറിയാലോ, നമുക്കൊരു അസുഖം വരുമ്പോൾ അത് എന്തായിരിക്കും നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടാവുമല്ലോ. ഗൈനക്കോളജിക്കൽ പ്രശ്നമായിട്ട് എനിക്ക് യാതൊരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല. എനിക്ക് പുറമേ ഉള്ളൊരു സ്കിന്നിൽ വരുന്ന ഒരു പ്രശ്നം പോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് വേറെ എവിടെയും കാണിച്ചാലോ, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി രണ്ടാമത് പിന്നെ ഒന്നും കൂടി കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പറയാണ്ട് നമുക്ക് ചെന്ന് ചോദിക്കാനൊരു മടിയായിരുന്നു. അത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വേദന സഹിച്ച് അങ്ങനെ ഒരു 15 ഡേയ്സോളം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ വേദന കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. അത് മാത്രമല്ല ആ ഒരു ചെറിയൊരു കുരു പോലെ ഒരു ബൾജിങ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബൾജിങ് വലുതായി വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തീരെ അവിടെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പം പക്ഷെ എന്നിട്ട് ഞാൻ വർക്കിനൊക്കെ പോകുന്നുണ്ടായിരുന്നു വേദന സഹിച്ചുകൊണ്ട്. കാരണം എന്തായാലും എനിക്ക് ഗൈനക്കോളജി ഡോക്ടറിനെ കാണാൻ പറ്റും, അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രശ്നം സോൾവ് ആവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദന, ഒട്ടും നടക്കാൻ പോലും കുറച്ച് പോലും നടക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് പോലെ. പിന്നെ അത് മാത്രമല്ല ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ
അപ്പോൾ നമ്മുടെ തൊടയുടെ സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ ഒട്ടും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ ലീവ് എടുത്തിട്ട് എമർജൻസിയിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഞാനും ഇതിനും കൂടെ രാവിലെ എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബോസ്റ്റണിലെ പിൽഗ്രിം ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എമർജൻസിയിൽ അവർ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി GP കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈനക്കോളജിക്കൽ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടുണ്ട്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാന്നില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഫർദർ കാര്യങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് എമർജൻസിയിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഒരു 9 hours ഞാൻ എമർജൻസിയിൽ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ അവർ 2-3 തവണ എന്നെ വിളിച്ച് ചെക്ക് ചെയ്തു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ആപ്സസ് ആണ്, അപ്പം കീറേണ്ട വരുമായിരിക്കും, സർജറി ചെയ്യേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ആൻറ്റിബയോട്ടിക്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻറ്റിബയോട്ടിക്സ് ഡ്രിപ്പ് ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ 9 hours എടുത്തത്. അപ്പം ലോങ് വെയിറ്റ് ആയിരുന്നു. അവിടെ ആണെങ്കിൽ എനിക്ക് ഒന്നാമത് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം 9 hours കണ്ടിന്യൂസ് നിൽക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരം സൈഡിലൊക്കെ ചെരിഞ്ഞൊക്കെ ഇരുന്നു, കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര തിരക്കുമായിരുന്നു ടൈമിന്. അങ്ങനെ 9 hours കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ എന്നെ സർജറിക്ക് വിളിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം മിഥുൻ എൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവരാനായിട്ട് മിഥുനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി ഫുഡ് കഴിക്കരുത്, കാരണം സർജറിക്ക് കയറ്റാനുള്ളതാണ്. അപ്പോൾ സർജറിക്ക് ഇത്ര മണിക്കൂർ മുന്നേ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ ആകെ ടെൻഷനില്ല, കാരണം എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർജറിക്കൊക്കെ കയറ്റി. പറയാതിരിക്കാൻ വയ്യാട്ടോ, അവിടുത്തെ നഴ്സുമാർ ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് GPയിൽ നിന്നാണ് കേട്ടോ. GPയിൽ നിന്ന് അവരെനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അനലൈസേഷൻ നടത്തി എനിക്ക് ആപ്സസ് ആയിരുന്നു, ഗൈനക്കോളജിക്കൽ പ്രശ്നം അല്ലായിരുന്നു എന്ന് അന്നേരെ അനലൈസ് ചെയ്തായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോസസ്സിൽ കൂടെ ഒരിക്കലും കടന്നു പോകേണ്ടി വരില്ലായിരുന്നു. അവരെനിക്ക് അന്നേരം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നായിരുന്നെങ്കിൽ. നമുക്കറിയാം ഒരു വാതപ്പൊരു വന്നു കഴിഞ്ഞാൽ അത് ചെറിയൊരു പ്രശ്നമാണെന്നും അത് എന്താ പറയുക അന്നേരം ടാബ്ലറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ അന്നേരം തന്നെ അത് ട്രീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പം ഈസി ആയിട്ട് മാറുന്ന ഒരു അസുഖം തന്നെയായിരുന്നു. പക്ഷേ അത് അന്നേരം അനലൈസ് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇതല്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെയിറ്റ് ചെയ്തതും സർജറി ചെയ്തതൊന്നും അല്ല കേട്ടോ. സർജറി കഴിഞ്ഞു, സർജറിക്ക് എന്നെ കയറ്റി. സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഒരു 2 days കിടക്കേണ്ടി വന്നു. അനസ്തേഷ്യ തന്നത് ആണ് കേട്ടോ സർജറി ചെയ്തത്. അപ്പം ഒരു വലിയ ഹോളൊക്കെ ആയിരുന്നു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഒരു 1.5 മാസത്തോളം എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് സർജറിക്ക് ശേഷം എനിക്ക് ഓഫീസിൽ ഡെഫിനറ്റ്ലി പോകാൻ പറ്റില്ല, കാരണം എനിക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നടക്കാനോ ഒന്നും പറ്റില്ല. വലിയ ഡ്രസ്സിങ് ഒക്കെ തന്നാണ് എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നടക്കുമ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു നടക്കുമ്പോൾ, കാരണം അവിടെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്ന സ്കിന്ന് മൊത്തം അവർ ഒരു തുളയാക്കി വെച്ച് എൻ്റെ തൊടയുടെ ഒരു സൈഡ് മൊത്തം തുളച്ചെടുത്തു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ലാത്ത കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അത് വലിയൊരു സർജറി ആയിരിക്കും എന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു കട്ടൊക്കെ ഇട്ടിട്ട് അവർ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് വിടുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നാൽ ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നഴ്സുമാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഡെയിലി ഡ്രസ്സിങ് അവിടെ മരുന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം ആ ഫില്ലിങ് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ അതിൻ്റെ ശരിക്കുള്ള വേദന അനുഭവിച്ചു ഫസ്റ്റ് ഡ്രസ്സിങ്ങിൻ്റെ ടൈമിൽ. കാരണം ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ എനിക്ക് ഡ്രസ്സിങ്ങിന് നേഴ്സിനെ കിട്ടാൻ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നത് UK-ൽ ഏറ്റവും മോശം അനുഭവം ഉണ്ടായത് ആ ഒരു സ്റ്റേജിലാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നേഴ്സിനെ ഡ്രസ്സിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ GP ബോസ്റ്റണിലും അപ്പോൾ ചേച്ചിയുടെ സ്ഥലം വേറെയായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ചേച്ചിയുടെ സ്ഥലത്തേക്ക് എൻ്റെ GP ട്രാൻസ്ഫർ ചെയ്ത് കിട്ടണമെങ്കിൽ 1 ദിവസം എടുക്കും, അവിടെ എപ്പോഴും നേഴ്സസ് അവൈലബിളും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറുടെ കാല് പിടിച്ചിട്ടാണ് എനിക്ക് അന്ന് ഡ്രസ്സിങ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ വേദന ഭയങ്കര വേദനയായിരുന്നു. ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചു. ഭയങ്കര ഒരു വേദന അനുഭവിച്ച ദിവസമാണ്. അപ്പം നമ്മൾ തന്നെ ഡ്രസ്സിങ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത്.
അത് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടറും പറഞ്ഞു ഇത് കുറച്ച് മുറിവ് വലുതാണ്, ഇത് തന്നെ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്, കുറച്ച് ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർ ആദ്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്, പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെയ്തു തരാം എന്നവർ പറഞ്ഞു. അപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട വന്നു കേട്ടോ. അതും ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, അന്ന് അത് ആ GPയിലെ ഡോക്ടർ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ പെയിൻഫുൾ സർജറിയോ ഈ പെയിൻഫുൾ പ്രൊസീജിയറോ ഒന്നും ഫേസ് ചെയ്യേണ്ട വരില്ലായിരുന്നു. അതിപ്പം ഇവിടുത്തെ ഡോക്ടർമാരെ, ഇവിടുത്തെ NHSനെ അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ആണ് ഞാൻ പറയുന്നത്. അതിപ്പം ഞാൻ അവരോട് എന്താ പറയുക കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് അതിനുള്ള ഒരു മെൻറ്റാലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷനിലോ ആയിരുന്നില്ല ഞാൻ. പിന്നെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് സർജറിയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ നമ്മളായിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം ഒത്തു വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ട വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഇൻറ്റ്യൂഷനെ എപ്പോഴും നിങ്ങൾ എന്താ പറയുക വിശ്വസിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട്, വേറെ എന്തെങ്കിലും ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മളൊരു എക്സ്ട്രാ ചെക്കപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റോ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഫില്ലിംഗ് ഒക്കെ എനിക്ക് ഡെയിലി ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഡെയിലി ഇതിങ്ങനെ എൻ്റെ ഡ്രസ്സിങ് അഴിക്കണം, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എടുക്കണം, അതിന് വീണ്ടും മരുന്ന് വെച്ചിട്ട് വീണ്ടും ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഫില്ലിങ് കയറ്റണം. അപ്പോൾ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. ഡെയിലി എനിക്ക് ഇരിക്കാനൊക്കെ കിടക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു സൈഡിലായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പെയിൻ കില്ലേഴ്സ് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെ പോയി. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേൽക്കുക, കിടക്കുക, രാത്രിയിലൊക്കെ ഉറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നടക്കുമ്പോഴത്തേക്കും വയ്യാണ്ടാവും, പിന്നെ എവിടെയെങ്കിലും പിന്നെ കിടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 1.5 മാസത്തോളം ഞാൻ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കണ്ടിന്യൂ ചെയ്ത് ആണ് കേട്ടോ ഫേസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള അതങ്ങനെ. പിന്നെ എന്താ പറയുക സിക്ക് പേ ഒക്കെ കിട്ടി. അപ്പം പിന്നെ എനിക്കൊരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒരെണ്ണം എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെൻ്റെ ഒരു സജഷനാണ്, അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ എടുത്തു. അപ്പോൾ അന്നേരം അത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇൻകം പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻകമായിട്ട് മന്ത്ലി പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് നോർമലി തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് എനിക്ക് UK വന്നിട്ട് എനിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടായത് ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലാത്ത അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ചെക്കപ്പിനോ ഒന്നുകൂടി ഒരു ചെക്കപ്പിനോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഹോൾ NHSനെയോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയോ മൊത്തത്തിലായിട്ട് പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ ഞാൻ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം വളരെ നല്ല ആൾക്കാരായിരുന്നു, നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നേഴ്സുമാരെല്ലാവരും കുറേ പേര് എനിക്ക് നല്ലോണം പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എന്നെ അന്ന് അത്രയും ഹെൽപ്പ് ചെയ്തതിന് എല്ലാത്തിനും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒരുപാട് മലയാളി നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പം ഒരാൾക്ക് അബദ്ധം പറ്റാത്തവർ ഇല്ലല്ലോ. അപ്പോൾ അന്നാണ് ഡോക്ടർ എനിക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രോബ്ലം. അപ്പം എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്താൽ നന്നായിരിക്കും അസുഖങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ആർക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാനിങ്ങനെ പലരോടും ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ചെറിയ കാര്യങ്ങൾ അവർക്കും അവരുടെ ലൈഫിലും NHSയിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ചെറിയ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നാട്ടിൽ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരും അതിൻ്റെ പുറകെ എന്നെ പോലെ പലരും അതിൻ്റെ പുറകെ പോകാനുള്ള താല്പര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതുപോലെ നമ്മൾ ചില സാഹചര്യങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം വേറെ ആർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റുള്ളവർ എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അവർക്കും അതൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഇൻഫർമേറ്റീവ് ആയിരുന്നു, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.